ഇന്നത്തെ നമ്മുടെ ഈ ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചർച്ച തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ശരി, നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. എന്റെ പ്രിയ കൂട്ടുകാരൻ, സുന്നത്ത് ജമാഅത്തിന്റെ കാര്യങ്ങളിൽ അൽഹംദുലില്ലാഹ് സജീവമായി അവിടുത്തെ സമയങ്ങൾ ദീനിന് വേണ്ടി ചെലവഴിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് മുഅ്മിനാത്തുകളോട് ഓർമ്മപ്പെടുത്തുന്നു, നമ്മളാൽ കഴിയുന്ന ഒരു ചെറിയ സഹായം അക്കൗണ്ടിലേക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കണം. നിങ്ങൾ നൽകുന്ന സ്വാലിഹായ സ്വതക്ക അള്ളാഹു നാളെ ദുനിയാവിലും ആഖിറത്തിലും വലിയ ഫലമുള്ള സ്വതക്കയായി അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ഒരു സമുദായത്തെയാണ് ഒറ്റുകൊടുത്തിട്ടുള്ളത്. അച്ഛന്റെ ശത്രുക്കളോട് അച്ഛന്റെ കുറ്റം പറയുന്നത് പോലെയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഷെയ്ഖുന കാന്തപുരം ഉസ്താദിനെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന, സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഇപ്പോഴും വളരെയധികം ബഹുമാനമാണ് ഷെയ്ഖുന കാന്തപുരം ഉസ്താദിനോട്. ആ ഷെയ്ഖുന കാന്തപുരം ഉസ്താദാണ് 2 ദിവസം മുമ്പ് ഒരു പ്രസ്താവന ഇറക്കിയത്. മുസ്ലിമീങ്ങൾ ഇന്ത്യ രാജ്യത്ത് സുരക്ഷിതരാണ് എന്നായിരുന്നു ആ പ്രസ്താവന. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അടുക്കൽ പോയി ഇന്ത്യൻ മുസ്ലിമീങ്ങളുടെയും പൊതുവെ ന്യൂനപക്ഷങ്ങളുടെയും എല്ലാ പ്രശ്നങ്ങളും അവതരിപ്പിച്ച് പരാതി കൊടുക്കേണ്ടതൊക്കെ കൊടുത്ത് തിരിച്ചു വരുമ്പോൾ ന്യൂസ് 18 എന്ന ഒരു മാധ്യമ പ്രവർത്തകന്റെ ചോദ്യത്തിനാണ് ഷെയ്ഖുന കാന്തപുരം ഉസ്താദ് ആ മറുപടി നൽകിയത്. ഷെയ്ഖുന കാന്തപുരം ഉസ്താദിനോട് ആ മാധ്യമ പ്രവർത്തകൻ ചോദിക്കുന്നത്, നിങ്ങൾ ആഗോള പണ്ഡിതനാണ്, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങൾ സന്ദർശിക്കുന്നവരാണ്, ലോകരാഷ്ട്ര തലവന്മാരോട് കൂടിക്കാഴ്ച നടത്തുന്നയാളാണ്, അതുകൊണ്ടാണ് താങ്കളോട് ചോദിക്കുന്നത്, വിവിധ രാഷ്ട്രങ്ങളിൽ പോയാൽ അവിടെ വെച്ചുകൊണ്ട് ഇന്ത്യൻ മുസ്ലിമീങ്ങൾക്ക് ഇന്ത്യയിൽ സുരക്ഷിതത്വമില്ല എന്ന് നിങ്ങൾ പറയുമോ എന്ന് ചോദിച്ചപ്പോൾ ഷെയ്ഖുന കാന്തപുരം ഉസ്താദിന്റെ മറുപടി, ലോകത്ത് ഒരുപാട് രാജ്യങ്ങൾ മുസ്ലിമീങ്ങൾ തന്നെ ഭരിക്കുന്ന രാജ്യങ്ങളുണ്ട്. ആ രാജ്യങ്ങളിൽ ഒന്നുമില്ലാത്ത സ്വാതന്ത്ര്യം ഇന്ത്യ രാജ്യത്ത് ലഭിക്കുന്നുണ്ട്. സൗദി അറേബ്യ പോലത്തെ ഇസ്ലാമിക രാഷ്ട്രങ്ങൾ, മറ്റ് ഇസ്ലാമിക രാഷ്ട്രങ്ങൾ, അവിടെയൊന്നും നാം ഉദ്ദേശിച്ച രൂപത്തിൽ ദീനീ പ്രവർത്തനം സാധ്യമല്ല. ഇസ്ലാമിക രാഷ്ട്രങ്ങളല്ലാത്തയിടത്തും അതിന് സാധിക്കാറില്ല. എന്നാൽ അതിന് വിഭിന്നമായി ഇന്ത്യ രാജ്യത്ത് പള്ളി നിർമ്മിക്കാൻ നമുക്ക് സാധിക്കുന്നു, മതസ്ഥാപനങ്ങൾ നിർമ്മിക്കാൻ നമുക്ക് സാധിക്കുന്നു. ഇസ്ലാമിക പ്രബോധനം നടത്താൻ, ഇസ്ലാം അനുസരിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഇന്ത്യൻ പൗരന് അത് സാധിക്കുന്നു എന്നാണ് ന്യൂസ് 18നോട് കാന്തപുരം ഉസ്താദ് പറഞ്ഞു വച്ചിട്ടുള്ളത്. ആദ്യമേ പറയട്ടെ, ഞാൻ പറയുന്നത് എന്താണെന്ന് ആദ്യം മുതൽ അവസാനം വരെ എല്ലാവരും കേൾക്കാൻ തയ്യാറാവണം. അത് കേൾക്കാതെ ഫസ്റ്റ് ഭാഗം മാത്രം കേട്ടുകൊണ്ട് ഏതെങ്കിലും വിഭാഗത്തെ മോശമാക്കിയെന്ന് ആരും ചിത്രീകരിക്കരുത്. നല്ലവരോടാണ് പറയുന്നത്. എല്ലാം കേട്ടിട്ടും മനസ്സിലായിട്ടും വിമർശിക്കാൻ വരുന്നവർക്ക് അതും സ്വാഗതാർഹമാണ്. ഞാൻ തലക്ക് വെളിവില്ല എന്ന് പറഞ്ഞതിന് വ്യക്തമായ കാരണമുണ്ട്. അതെന്റെ ബാക്കി ഭാഗങ്ങൾ കേട്ടാൽ മനസ്സിലാക്കാം. നമുക്ക് കാന്തപുരം ഉസ്താദിന്റെ ആ വീഡിയോ ആദ്യം ഒന്ന് കേട്ടു നോക്കാം. मुफ्ती साहब नमस्ते। हाँ, जब आपने एजुकेशन की बात की तो पीएम साहब ने क्या बोला? एजुकेशन के बारे में बात की, ने बोला सबको एजुकेशन का सुविधा करें। पीएम ने उनसे ये आस्पत्रि वगैरह, ये सेहत के जो जरूरत है मिस्कीन लोगों को, उसके बारे में भी बात किया। पीएम ने बोला जो हो सकता है वो सब करेगा। अभी रमदान से पहले कुछ रिक्वेस्ट है, रमदान आने वाला है, जो यंगस्टर्स हैं उनको कोई मैसेज देना चाहेंगे आप? रमजान में आमतौर पर हमारा मैसेज ये है, रमजान आपस में मोहब्बत, रहमत बढ़ाने की
रमजान पैदा होने की महीना है। वो रमजान में हर मालदार उनके माल से फकीरों को देते आए। कितने बोल दिया? गरीबों का मदद कर। आप मीटिंग से खुश हैं? गरीबों को बहुत खुश है। और क्या आपने ये बात की कि कैसे भारत को इस्लाम का एक कल्चरल हेड सेंटर बना सकते हैं, कि भारत में जैसे इस्लाम प्रैक्टिस होता है वो दुनिया को सिखा सकते हैं? ऐसा कुछ बात नहीं हुआ। नियत करना चाहिए। हम तो इंसानियत के लिए जो जरूरत है वो सब कर रहा, चाहे मुसलमान हो, हिंदू हो, क्रिश्चियन हो, कोई भी हो। यही हम बात किया। मुफ्ती साहब, मैं जानना चाहूंगा, बांग्लादेश में जो चल रहा है, क्या उससे भारत के मुसलमान को कोई इफेक्ट होगा, या वहां जो इस्लाम या जो बातचीत अभी चल रही है और जो भारत में प्रैक्टिस होता है उसमें बहुत डिफरेंस है? सामने से अब जगह हम लोग हमारी सलामत। वो बांग्लादेश के बारे में मेरे पता नहीं है, लेकिन हर दुनिया में अमन व अमान होना चाहिए। इसीलिए जो करना चाहते वो करेगा। हम मिलके हाँ, अमेरिका जब ईरान वो भी खत्म कर रहा है, वो झगड़ा नहीं होना। और जगह इंसानियत को कीमत बढ़ा के ये सब उसके नीचे रखना हो जाएगा। आप दुनिया में जाके ये बात कहते हैं, भारत में क्या मुसलमान सेफ है? क्योंकि कई लोग ये कहते हैं कि भारत में मुसलमान सेफ नहीं है। आपका क्या व्यू है? मेरा लास्ट क्वेश्चन है आपसे मुफ्ती साहब। एक जगह एक आदमी ने बोल दिया एक मीटिंग में, मैं उसको इतराज किया, भारत में मुसलमान को कोई रुकावट नहीं है। तकलीफ नहीं है। रुकावट नहीं, तकलीफ नहीं, मशक्कत नहीं। ये मदारिस चलता है, अरबी कॉलेज चलता है, और मसाजिद चलता है, दरगाह चलता है, सब चलता है। इसमें कोई रुकावट भी नहीं, कोई मुश्किलात भी नहीं। मेरे इल्म में वही है। क्या प्रधानमंत्री जी ने कहा कि सब साथ मिलकर देश के लिए काम करें, भारत के लिए काम करें, एक विकसित भारत के लिए साथ मिलकर काम करें? वो भूल गया। खास तौर पर बड़ा है, पूरे जो हो सकता है वो सब करेगा वह। प्रधानमंत्री का जवाब तो बहुत अच्छा जवाब था। ग्रैंड मुफ्ती साहब, थैंक यू फॉर योर टाइम। बहुत अच्छा लगा आपसे बात करके। आप स्वस्थ रहें, यही हमारी प्रार्थना है। आपको शुभकामनाएं बहुत। अच्छा, थैंक यू। बहुत शुक्रिया, थैंक यू। Thank you, sir. Thank you very much. On that note, it's time for more from the south of India and Simply South. Harish is standing by. Over to him. കേട്ടല്ലോ സഹോദരങ്ങളെ, ഇതാണ് കാന്തപുരം ഉസ്താദ് പറഞ്ഞു വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് മറ്റൊരു വീഡിയോ കണ്ടു നോക്കാം. ഈ കേന്ദ്രത്തിൽ നരേന്ദ്രമോദി തുടർന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ മുസ്ലിങ്ങൾക്ക് രാജ്യം വിടേണ്ടി വരും. ആ രീതിയിലും മുസ്ലിങ്ങളെ പൊതുവിൽ ഭയാശങ്കയിൽ നിർത്തിക്കൊണ്ട് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം കളിക്കുന്ന പാർട്ടികളുണ്ടല്ലേ, അത് കേരളത്തിലുമുണ്ട്. അങ്ങനെ മുസ്ലിം സമുദായത്തെ ഒന്നടങ്കം ആശങ്കയിലാഴ്ത്തി വോട്ട് രാഷ്ട്രീയം കളിക്കുന്നവർ.
അത്തരക്കാർക്ക് എത്ര കാലം ഇങ്ങനെ വളരെ സജീവമായി മുന്നോട്ട് അല്ല, പോകാൻ? രാഷ്ട്രീയക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വോട്ട് ബാങ്ക് സംരക്ഷിക്കുവാൻ വേണ്ടി അവർ ഓരോ കാലഘട്ടങ്ങളിലും ഓരോ ചീട്ടുകൾ എടുക്കും, ഓരോ തുറുപ്പ് ചീട്ടുകൾ എടുക്കും. അത് അവരുടെ ശൈലിയാണ്. അതുകൊണ്ട് രാഷ്ട്രീയ പാർട്ടികളുടെ സമീപനത്തോട് ഒപ്പം അല്ല മതസംഘടനകളുള്ളത്. ഭരിക്കുന്നത് ആരായാലും അത് നമ്മുടെ സർക്കാരാണ്. കേരളം ഭരിക്കുന്നവർ അത് ഏത് പാർട്ടി ആവട്ടെ, അത് നമ്മുടെ സർക്കാർ. ഇന്ത്യ ആര് ഭരിക്കുന്നോ അത് വ്യക്തി എന്നുള്ളത് അല്ലത് നമ്മുടെ സർക്കാരാണ്. അപ്പം നമ്മൾ അതിൽ നിന്ന് പരമാവധി നന്മകൾ പ്രതീക്ഷിക്കുകയും അതിന് എന്ത് ചെയ്യാണ്, ആ നന്മ ലഭിക്കാൻ വേണ്ടി നമ്മുടെ ഭരണാധികാരികളിലൂടെ നമ്മൾ ശ്രമിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത്. ഇവരെ നേരായ പാതയിലേക്ക് കൊണ്ടുവരാൻ KNMന് എന്ത് ചെയ്യാൻ സാധിക്കും? എനിക്കിതിൽ പറയാനുള്ളത് വെച്ചാൽ, ഞങ്ങളൊക്കെ ഒരു വീക്ഷണം എന്ന് പറയുന്നത്, കേരളം എന്ന് പറയുന്നൊരു മതപശ്ചാത്തലമുള്ള രാജ്യമാണ്. ഹൈന്ദവ സമൂഹമായാലും ക്രൈസ്തവ സമൂഹമായാലും മുസ്ലിം സമൂഹമായാലും അവരുടെ മതമൂല്യങ്ങൾ സംരക്ഷിച്ച് ജീവിക്കണം, ആചാരാനുഷ്ഠാനങ്ങൾ സംരക്ഷിച്ച് ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു പൊതുജനമാണ് കേരളത്തിലുള്ളത്. കാരണം ഈ രാജ്യം എന്ന് പറയുന്നത് നമുക്ക് ജീവിക്കാൻ കൊള്ളുന്ന ഒരു രാജ്യം, ഇവിടെ സുരക്ഷിതത്വവും സമാധാനമുള്ള ഒരു രാജ്യമാണ്. ചെറുപ്പക്കാരെ വെറുതെ പറഞ്ഞ് പേടിപ്പിച്ച് ഇത് ജീവിക്കാൻ കൊള്ളാത്തൊരു മണ്ണാണ് എന്ന് പറയാൻ പറ്റില്ല. കാരണം അങ്ങനെ പറഞ്ഞാൽ നമുക്ക് ഈ ചെറുപ്പക്കാരുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഒക്കെ ഉണ്ട്. അവർക്ക് തൊഴിലെടുക്കാനോ പഠിക്കാനോ ഒന്നും, കാരണം എന്താ പഠിച്ചിട്ട് കാര്യം, എന്താ ഞാൻ ഇത്രത്തോളം പഠിച്ചത്, കാരണം എനിക്കിവിടെ ജീവിക്കാൻ കഴിയില്ല, കാരണം ഇവിടെ നിന്ന് ആട്ടി ഓടിക്കാൻ പോവുകയാണ്, അല്ലെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ട് പോവുകയാണ്. കാരണം ഒരിക്കലും അങ്ങനത്തെ ഒരു മെസ്സേജ് ചെറുപ്പക്കാർക്ക് കൊടുക്കാൻ പാടില്ല. ഇവിടെ മതനിരപേക്ഷത ഉണ്ട്. അത് ഈ താൽക്കാലികമായി എവിടത്തെങ്കിലും ചെറിയ സംഭവങ്ങൾ കണ്ടുകൊണ്ട് ഓടാനുള്ളതല്ല. മതേതരത്വ അഭിമാനത്തോടു കൂടി നിങ്ങൾ എന്ത് ചെയ്യണം, കാത്തു സൂക്ഷിക്കണമെന്ന് ചെറുപ്പത്തിന് പഠിപ്പിച്ചു കൊടുക്കാനുള്ളൊരു മെസ്സേജാണ്. ഞങ്ങളുടെ സമ്മേളനങ്ങളൊക്കെ അത്തരം സംഭവങ്ങളാണ് പ്രൊജക്റ്റ് ചെയ്യാറുള്ളത്. ഇത് 4 ദിവസത്തെ സമ്മേളനമാണ് കോഴിക്കോട് സ്വപ്ന നഗരി. കേട്ടല്ലോ സഹോദരങ്ങളെ, KNMന്റെ ജനറൽ സെക്രട്ടറിയായ അബ്ദുൽ മജീദ് സ്വലാഹിയുടെ വാക്കുകളാണ് നിങ്ങൾ കേട്ടിരിക്കുന്നത്. ഇദ്ദേഹം ഇന്ത്യൻ പ്രധാനമന്ത്രിയെ കണ്ട് ഇന്ത്യൻ മുസ്ലിമീങ്ങളുടെ പ്രശ്നങ്ങൾ അവിടെ അവതരിപ്പിച്ചുകൊണ്ട് കൊടുക്കേണ്ട പരാതികളൊക്കെ സമർപ്പിച്ചുകൊണ്ടല്ല ഇദ്ദേഹം സംസാരിക്കുന്നത്. ഇദ്ദേഹം സംസാരിക്കുന്നത് മുസ്ലിമീങ്ങളെ മുച്ചൂടും നശിപ്പിച്ചു കളയാൻ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയമുള്ള ജനം TV-യിലാണ് ഇദ്ദേഹം സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഷെയ്ഖുന കാന്തപുരം ഉസ്താദ് എന്താണ് പറഞ്ഞതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ഷെയ്ഖുന കാന്തപുരം ഉസ്താദ് ഇന്ത്യൻ മുസ്ലിമീങ്ങൾക്ക് പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞിട്ടില്ല. ഇന്ത്യൻ മുസ്ലിമീങ്ങൾ വളരെയേറെ ഹാപ്പിയാണ് എന്നൊന്നും പറഞ്ഞിട്ടില്ല. നേരെ മറിച്ച് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ മുമ്പിൽ പോയി പറയേണ്ടത് പറഞ്ഞു വെച്ചിട്ടാണ് ഷെയ്ഖുന കാന്തപുരം ഉസ്താദ് വന്നിട്ടുള്ളത്. കൊടുക്കേണ്ട പരാതികൾ, അന്യായങ്ങൾ, അവകാശങ്ങളൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഷെയ്ഖുന കാന്തപുരം ഉസ്താദ് പോയിട്ടുള്ളത്. അത് നമുക്കൊന്ന് കേട്ടു നോക്കാം. ജനസംഖ്യാനുപാതികവും പ്രാദേശിക സന്തുലിതവുമായ വിഭവങ്ങൾ ലഭ്യമാക്കേണ്ടതിൻ്റെ പ്രാധാന്യം, വഖഫ്, SIR ആശങ്കകൾ, പുരാതന മസ്ജിദുകളും ഇസ്ലാമിക പൈതൃക സ്മാരകങ്ങളും സംരക്ഷിക്കൽ, മൗലാന ആസാദ് നാഷണൽ ഫെലോഷിപ്പ് ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷ വിദ്യാഭ്യാസ ക്ഷേമ പദ്ധതികളുടെ പുനഃസ്ഥാപനം, ബറേൽവി സംഭവത്തിൽ ഉൾപ്പെടെ നിരപരാധികൾക്ക് ലഭ്യമാവേണ്ട നീതി, മുബാറക്പൂർ ജാമിയ അഷ്റഫിയ മുതൽ ഉത്തരേന്ത്യയിലെ ഇസ്ലാമിക് സ്ഥാപനങ്ങൾ നേരിടുന്ന പ്രതിസന്ധികൾ പരിഹരിക്കുക, സൗത്ത് ഇന്ത്യയിലെ തീർത്ഥാടന കേന്ദ്രങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ട്രെയിൻ സർവീസ്, അലിഗഡ് സർവകലാശാല മലപ്പുറം സെൻറ്റർ വികസനം, രാജ്യത്തെ ന്യൂനപക്ഷ ജനവിഭാഗവുമായി കേന്ദ്ര സർക്കാർ അടുത്തിടപെടേണ്ടതിൻ്റെ ആവശ്യകത തുടങ്ങിയ വിഷയങ്ങൾ സംസാര വിഷയമായി. ഇത്രയും പരാതികളാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന നിലക്ക് നരേന്ദ്രമോദിക്ക് സമർപ്പിച്ചിട്ടുള്ളത്. അതിനുശേഷമാണ് ഇന്ത്യ രാജ്യത്ത് കാന്തപുരം ഉസ്താദിന്റെ എന്തെങ്കിലും ഒരു സംസാരം വിവാദമാകണം, അതോടുകൂടി വർഗീയ കലാപങ്ങൾ ഉണ്ടാകണം, ഇന്ത്യ രാജ്യത്ത് പ്രശ്നങ്ങൾ ഉണ്ടാകണം എന്നാഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മാധ്യമം ഷെയ്ഖുന കാന്തപുരം ഉസ്താദിനോട് ചോദിക്കുന്നത്, ഷെയ്ഖുന കാന്തപുരം ഉസ്താദ് ആവട്ടെ മാധ്യമങ്ങളെക്കുറിച്ച് നന്നായി ബോധമുള്ളയാളാണ്, മാധ്യമ വിവരമുള്ളയാളാണ്. ഒരു മാധ്യമ പ്രവർത്തകൻ ഏത് സൂക്കേടോടുകൂടിയാണ് തന്നെ സമീപിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ വിവേകവും അറിവുമുള്ള പ്രഗത്ഭനായ പണ്ഡിതനാണ്. അതുകൊണ്ടാണ് വിദേശത്ത് പോയിട്ട് ഇന്ത്യ രാജ്യത്തിൻ്റെയും ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെയും കുറ്റവും കുറവുകളും
അവിടെ പോയി പറയുമോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല, ഞാൻ പറയില്ല. ഞാൻ പ്രതിനിധീകരിക്കുന്ന മതത്തിന്റെ ആളുകൾ ഭരിക്കുന്ന രാഷ്ട്രങ്ങളിൽ പോലുമില്ലാത്ത സ്വാതന്ത്ര്യം ഇന്ത്യ രാജ്യത്ത് ലഭിക്കുന്നുണ്ട്. അത് നരേന്ദ്രമോദി ഭരിച്ചാലും അല്ലാത്തവർ ഭരിച്ചാലും ഭരിക്കുന്നവരുടെ സ്വത്തോ ഭരിക്കുന്നവരുടെ രാജ്യമോ അല്ല ഇന്ത്യ മുസ്ലിമിന്റെയോ ക്രിസ്ത്യാനിയുടെയോ ഹൈന്ദവന്റെയോ അല്ല. ഇന്ത്യക്കാരുടേതാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യ രാജ്യത്ത് സ്വാതന്ത്ര്യത്തോടുകൂടി മുസ്ലിമിനും അല്ലാത്തവർക്കും അവരുടെ മതം പ്രചരിപ്പിക്കാനുള്ള അവകാശമുണ്ടെന്ന് ശൈഖുന കാന്തപുരം ഉസ്താദ് തുറന്നു പറഞ്ഞിട്ടുള്ളത്. നേരെ മറിച്ച് അബ്ദുൽ മജീദ് സ്വലാഹി ഒരു സമുദായത്തെയാണ് ഒറ്റുകൊടുത്തിട്ടുള്ളത്. അച്ഛന്റെ ശത്രുക്കളോട് അച്ഛന്റെ കുറ്റം പറയുന്നത് പോലെയാണ് മജീദ് സ്വലാഹി ജനം ടിവിയിൽ പോയി പറഞ്ഞിട്ടുള്ളത്. ആ മജീദ് സ്വലാഹിയുടെ അനുയായികളാണ് കാന്തപുരം ഉസ്താദിന് വെളിവില്ലാതെ വിമർശിച്ചുകൊണ്ടിരിക്കുന്നത്, എതിർത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് മജീദ് സ്വലാഹിയോടും TP അബ്ദുള്ള കോയ മദനിയോടും തുടങ്ങി KNMന്റെയും വിഷ്ടം ജിന്നൂരി പ്രസ്ഥാനത്തിന്റെയും നേതാക്കളോട് എനിക്ക് പറയാനുള്ളത്, ഇത് കേട്ടിട്ടെങ്കിലും നിങ്ങളുടെ അനുയായികളുടെ വെളിവില്ലാത്ത സംസാരങ്ങൾ താൽക്കാലിക ലാഭത്തിനു വേണ്ടി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള സംസാരങ്ങൾ നിർത്തിവെക്കണം. അത് വെളിവില്ലാത്ത സംസാരമാണെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക. നന്മ വളരട്ടെ, തിന്മക്കെതിരെ നമുക്കൊരുമിച്ച് നിൽക്കാം.